ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ മസാലയോട് കൂടിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്രൗൺസ് ഫ്രൈ ആണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 7 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടായി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല അത്യാവശ്യം നല്ല കട്ടിയോടെ ഇരിക്കണം, ലൂസായി പോകരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ മസാലയെല്ലാം ചെമ്മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇത് ചെമ്മീനിലെല്ലാം മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഒരു 1 അവറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണെങ്കിൽ ചെമ്മീനിലൊക്കെ മസാല നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/2 അവറെങ്കിലും വെക്കുക. 1 അവറിന് ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അത്യാവശ്യം നല്ല വേവുള്ളതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോഴിതാ ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മസാല ഒട്ടും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. മസാല കരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു ഫ്രൈഡ് ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രൗൺസ് ഫ്രൈ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ ചെമ്മീൻ ഫ്രൈയും ഈ ഒരു മസാലയും ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചോറ് കഴിക്കാൻ. ഇത് മാത്രം മതി. പിന്നെ ഇത് ചോറിനൊപ്പം മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പ്രൗൺസ് ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.